പിന്നെ എനിക്കൊന്നും പരാതി ഇവിടെ വൈകിട്ട് കിടന്ന് എന്റെ കൊച്ചല്ലെന്നാണ് പറയുന്നത്. അല്ലല്ലേ? അപ്പൊ നീ ആർക്കുണ്ടാക്കിയ ഒന്ന് പറയാം, ഒന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. നിന്റെ വൈകിട്ട് നാരി, അപ്പൊ എന്റെ കൂടെ നിന്റെ വൈകിട്ട് നാരി, അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞേക്കും. നാജില ഷാൻ ആൾ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലെ. അത്രക്കും ഫേമസ് ആണല്ലോ നമ്മുടെ നാജില താത്ത. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നാജില ആളൊരു ഫാമിലി വ്ളോഗറാണ്. ഒരു ലോ ലെവൽ ഫാമിലി വ്ളോഗർ ഒക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ലോ ലെവലാണ്. അപ്പൊ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിലെ ലോ ലെവൽ എന്ന് പറയുമ്പോൾ നാജിലത്താത്തിന്റെ റേഞ്ച് എത്രത്തോളാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാലോ അല്ലെ. കഴിഞ്ഞിട്ടില്ല. നാജിലത്താത്തിനെ പോരിച്ച പറഞ്ഞ തീരുല്ല മക്കളെ. 3 കല്യാണം കഴിച്ചാലാണ് ഈ പറഞ്ഞ നാജിലത്താത്ത. 3 കല്യാണത്തിലും കൂടി 3 മക്കളുണ്ട്. അങ്ങനെ ഈ 3 കല്യാണങ്ങളും ഡിവോഴ്സ് ആയി നിൽക്കുന്ന സമയത്താണ് 4ാമത്തെ ആള് നാജിലത്താത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അയാളുടെ പേരാണ് ഷാൻ. 1ഉം 2ഉം കെട്ടി പണ്ടാറം അടങ്ങിയിട്ടും നാജിലത്താത്ത പഠിച്ചില്ല. 4ാമത് പോയിട്ട് നല്ലൊരു 1ാം തരം കള്ളുകൂടിനെ തന്നെ നാജിലത്താത്ത കിട്ടി. വീട്ടുകാരൊക്കെ കുറെ എതിർത്തു. പക്ഷെ പ്രേമവും കാമവും അസ്ഥിക്ക് പിടിച്ചൊരു വൈകുന്നേരം നാജിലത്താത്ത ഷാന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിപ്പോയി കുറച്ചു കാലം രണ്ടാളും ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു. പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, വ്ലോഗ് എടുക്കുന്നു, അങ്ങനെ എല്ലാം കൊണ്ടും മാറമാതിക്കുകയായിരുന്നു രണ്ടുപേരും. എന്തിനു പറഞ്ഞു, നമ്മുടെ ചാനക്കൊക്കെ കള്ളുകൂടി നിർത്താൻ പോവുകയാണെന്ന് വരെ പ്രഖ്യാപിച്ചു. ഇനി എന്റെ ജീവിതം നാജിലക്കും മക്കൾക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്നായിരുന്നു ചാനിക്ക പറഞ്ഞിരുന്നത്. പക്ഷെ ആ പ്രഖ്യാപനത്തിന് പുതുക്കം തീരുന്നത് വരെ ആയുസുണ്ടായിരുന്നുള്ളൂ. ഇയാള് പിന്നെയും കള്ളുകൂടി തുടങ്ങി ആകെ അലമ്പായി, രണ്ടും കൂടി അടിയായി, വഴക്കായി. ഇക്കെന്നെ എട്ടേച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് നാജിൽ ഒരു 100 വീഡിയോകളും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നൊക്കെ എട്ടേച്ച് പോയെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ നാളൊക്കെ തിരിച്ചു വന്നു പറഞ്ഞ് വീഡിയോ ഇട്ടു. കുറെ കാലം തന്നെയായിരുന്നു പരിപാടി. ഇയാൾ കള്ളു കുടിച്ച് വരും, വഴക്കാകും, ഇറങ്ങിപ്പോകും, പിന്നെയും തിരിച്ചു വരും. ഇതന്നെ പരിപാടി. നാജിലന്റെ യൂട്യൂബ് ചാനലിലെ മെയിൻ കണ്ടന്റും ഇത് തന്നെയായിരുന്നു. പക്ഷെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ കാര്യപരിപാടികളും തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറയാനാണ്, ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ നാജിലത്താത്ത ഗർഭിണിയായിരിക്കണം പോലും. മക്കളെ ഞങ്ങളെ കൊണ്ട് പറയാനാണെങ്കിൽ ഇപ്പൊ അതിനും വലിയ തൊന്തരവാണ് ഉണ്ടായിട്ടുള്ളത്. നാജിലത്താത്തിന്റെ പള്ളിയിലുള്ള കുട്ടി ഷാനിക്കാന്റെതല്ല എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നാജിലത്താത്ത തന്നെ പറഞ്ഞതാണ്. 2 ദിവസം മുമ്പ് നമ്മുടെ ഷാനിക്ക കള്ളും കുടിച്ചു വന്ന് ആകെ അലമ്പാക്കി. അതിന്റെ ഇടയിലാണ് ഈ സംഭവം പുറത്തു വരുന്നത്. കള്ളും കുടിച്ചു വരുന്ന അലമ്പാക്കുന്ന ഷാനിക്കയോട് ഇന്റെ പള്ളിയിലുള്ളത് എന്റെ കുട്ടിയല്ല എന്ന് പറയുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കണ്ടുനോക്കാം. പിന്നെ എനിക്കൊന്നും പരാതി നജില വീട്ടിലാണ്. നജില പറയണത് അവളെ വയറ്റിൽ കിടന്ന കൊച്ച് പറഞ്ഞ എന്റെ അല്ലെന്നാ ഒന്ന് പറഞ്ഞില്ലേ. മൊത്തം ഇടുക അങ്ങനെയല്ല. ഞാൻ കുടിച്ച കരിക്കോളം ഇവിടെ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇവിടെ വയറ്റിൽ കിടന്ന കൊച്ച് എന്റെ അല്ലാണോ അല്ല. അപ്പൊ ആരും അതായത് ഇവക്ക് ഇങ്ങനെ ബാക്കിയുള്ള കേസ് ഒരു 10 ലിറ്റർ ഞാൻ ലൈറ്റ് ഇനി ഞാൻ വൈകി വരില്ല. ഇവിടെ വൈകി കിടന്ന് എന്റെ കൊച്ചല്ലെന്നാണ് പറയുന്നത്. അല്ലല്ലേ? അപ്പൊ നീ ആർക്കുണ്ടാക്കിയ ഒന്ന് പറയാം, ഒന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. നിന്റെ വൈകിട്ട് നാരി, അപ്പൊ എന്റെ കൂടെ നിന്റെ വൈകിട്ട് നാരി, അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞേക്കും. എന്റെ ഉമ്മ കൂടെ ഇതാണല്ലേ, ഇതാണ് സംഭവം. ഇവിടെ പറയുന്ന വെച്ചാൽ എന്റെ കൂടെ കിടന്നിട്ട് എന്റെ കൊച്ചാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ഇപ്പൊ എന്റെ കൊച്ചല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല, അപ്പൊ എന്റെ കൊച്ചല്ല കേട്ടല്ലേ, എല്ലാം അല്ലേ, അത് മതി. എല്ലാരും ശരിക്കും കണ്ടല്ലോ, കേട്ടല്ലോ. എന്റെ വയറ്റിലേക്ക് എടുക്കുന്നത് ഷാനിക്കാന്റെ കുട്ടിയല്ലാന്ന് ഒരു 10-15 വട്ടെങ്കിലും നാജില പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനിനോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് നാജില അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇത് ശരിക്കും ഷാനിന്റെ കുട്ടിയല്ല എന്നാവില്ല നാജില ഉദ്ദേശിച്ചത്. എങ്ങനെയാലും ഈ ശല്യം ഒഴിഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും. അതിന്റെ ഇടയിൽ ആള് ഷാനിന്റെ ഉപ്പാക്കും ഉപ്പുപ്പാക്കും ഒക്കെ തെറി വിളിക്കുന്നുണ്ടല്ലോ. ഇന്റെ കുട്ടി അല്ലെങ്കിൽ പിന്നെ ആരുടെ കുട്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉപ്പുപ്പാന്റെ കുട്ടിയാണെന്നൊക്കെയാണ് നാജില ഷാനിന് മറുപടി കൊടുക്കുന്നത്. പാവ ഉപ്പൂപ്പ മരിച്ച മണ്ണായി കഴിഞ്ഞാലും ആ ചൊങ്ങായിക്ക് ഒരു സൗകര്യം കൊടുക്കൂലല്ലോ. എന്നാലും എന്തൊരു അവസ്ഥയാണല്ലേ. 4ാമത്തെ കല്യാണവും ഫ്ലോപ്പ്. വെറും ഫ്ലോപ്പ് അല്ല, ആറ്റവും ബോംബാണ്. എന്തൊരു ജീവിതമാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു കണക്കിന് നോക്കുമ്പോൾ ഇത് ഇവളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് കേട്ടോ. ഇവളുടെ ഉമ്മയും ആങ്ങളമാരും ഒക്കെ മാക്സിമം പറഞ്ഞതാണ് ഇവളോട് ഈ കള്ളുകൂടിയുടെ കൂടെ പോകണ്ടെന്ന്. പക്ഷെ ആര് പറഞ്ഞിട്ടും എന്താ കാര്യം, കഴപ്പ് മൂത്ത് നിൽക്കുന്ന സമയമായിരുന്നല്ലോ. ആരും പറഞ്ഞത് കേട്ടില്ല. 3 മക്കളെയും വിളിച്ച് ഷാനിക്കാനും കൂടെ ഇറങ്ങിപ്പോയി. അതിനുള്ളത് നല്ല വൃത്തിക്ക് അനുഭവിക്കുന്നുണ്ട്. ഗർഭിണി, 3 മക്കള്, കള്ള് കുടിച്ച് വന്ന് അലമ്പുണ്ടാക്കുന്ന ഭർത്താവ്. എന്റെ അമ്മ ആലോചിക്കാൻ തന്നെ കഴിയുന്നില്ല. എന്തായാലും ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം നാജില യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വയറ്റിലുള്ളത് ഷാനിന്റെ കുഞ്ഞല്ല എന്ന് നാജില ആ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ.
നമുക്ക് മക്കൾക്കൊക്കെ സുഖമാണ്. ഞാൻ പിന്നെ ലാബിൽ റിസൾട്ട് മേടിക്കാൻ പോവുകയാണ്, ഞാനും മോളും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം നിരന്തരം പ്രശ്നമാണ്. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിച്ചില്ല, അന്ന് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ വിചാരിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഇന്നലെ നല്ല പ്രശ്നങ്ങളായിട്ടുണ്ട്. ഇതെന്നാണ് പ്രശ്നം? ഷാനുമായി ഇടയ്ക്കിടെ പ്രശ്നം ഉണ്ടാവും, ഇവളത് വീഡിയോക്ക് ഇടുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഷാനിനെ വീണ്ടും സ്വീകരിക്കും, പിന്നെയും പ്രശ്നം ഉണ്ടാക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഒരിക്കലും ഷാനിനെ സ്വീകരിക്കില്ല എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കോളി, 2 ദിവസം കൂടി കഴിഞ്ഞാണെങ്കിൽ ഇവർ രണ്ടാളും കൂടി ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങും. അതാണ് ഇവരുടെ പരിപാടി. ബാക്കി കണ്ടോക്കെന്തായാലും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയണേ, ഈ കുഞ്ഞിൻ്റെ പേരിൽ അവകാശവും പറഞ്ഞ് ഇനി വരണ്ട. കാരണം ഒരു ഗർഭകാലഘട്ടത്ത് ഒരു പുരുഷൻ ചെയ്യുന്ന കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊരു വാപ്പ അവകാശം പറഞ്ഞ് കുടിച്ച് ലഹാനുമില്ലാതെ ഇവിടെ വന്ന് കയറണ്ട. ഈ കുഞ്ഞിൻ്റെ വാപ്പ നിങ്ങളും അല്ല. ഇത് കാര്യമായിട്ട് പറയുന്നതാണോ അതോ ഷാന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണോ? രണ്ടാണെങ്കിലും മോശമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായി വന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്രയും പവിത്രമായി കാണുന്ന ഒരു സംഗതിയാണ് സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ എത്ര ലാഘവത്തോടെ വന്നിരുന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? നിന്റെ കുഞ്ഞല്ല, നീയല്ല തന്ത എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ മുങ്ങിയാൽ പിന്നെ കുളിരില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യമെന്ന് തോന്നുന്നു. സകല നാരത്തരവും കളിച്ച് നടന്നു, അതൊക്കെ പബ്ലിക്കാക്കി. ഇനിയിപ്പോ എന്തും പറയാന്നുള്ള ലൈസൻസ് ആയി, ഒന്നിനും മടിയില്ല. അല്ലെങ്കിലും ആരെങ്കിലും എന്റെ വയറ്റിലുള്ളത് തന്തയില്ലാത്ത കൊച്ചാണെന്നൊക്കെ പറയും. ആ പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ജീവിതമായിരിക്കും അതിന്റെ. എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാക്കി വിടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെയൊക്കെ കൂടെ ഇത്രയും മോശം സാഹചര്യത്തിൽ വളരേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അതിനും വലിയ ദുരന്തം ആ കുഞ്ഞിന് ഇനി വരാനില്ല. കുട്ടികൾക്ക് സേഫായി സന്തോഷത്തോടെ സമാധാനത്തോടെ വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കഴിയാത്തവർ കുഞ്ഞിനെ ഉണ്ടാക്കാനും നിൽക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ആരോട് പറയാനാണല്ലേ? എന്തായാലും ബാക്കി കണ്ടോക്കാം. അതുകൊണ്ട് ഞാനിതാ ഇപ്പം പറയണം, എനിക്ക് നിങ്ങളോട്ട് വേണ്ടേം താനും. കാരണം എന്ന് വെച്ചാൽ 3 മക്കൾക്ക് ഉപ്പയില്ല, അതുകൊണ്ട് ഇതിനും വേണ്ട. കാരണം എല്ലാം പറഞ്ഞ് സമ്മതിച്ച് സ്നേഹിച്ചപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ രീതിയിലും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ എടുത്തു തന്നു. സഹിയിട്ടിട്ട് പറയണം, ഈ കുഞ്ഞിന് വാപ്പയില്ല, അതിനായിട്ട് അവകാശം പറഞ്ഞ് വരെയും വേണ്ട. ഇനി ആളുകളെ കൊണ്ട് കോമാളിയാവാൻ ഞാനില്ല, കുറേ ആയി. ഇങ്ങനെയുണ്ടാ കുടിയൻ? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുടി ആർക്കുമില്ല. എന്നാൽ നീ കുടിച്ചിട്ട് ചീത്ത വിളിക്കാതിരി, പതുക്കെ സംസാരിരി. ഇത് കൂട്ടിപ്പിടിച്ചുള്ള ചീത്ത എല്ലാവരെയും ചേർത്ത്. ആരും കേൾക്കത്തൊന്നുമില്ല ഇത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ല മോളെ ഞാൻ കുഴി ചെന്ന് ചാടി കൊടുത്തത്. കള്ള് കുടിയനാണ്, അലമ്പാണ്, നിന്റെ ശരീരം മാത്രമാണ് അയാൾക്ക് ആവശ്യം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ഷാന്റെ കൂടെ ഇറങ്ങിപ്പോയത്. അതിനുശേഷവും ഈ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ നിനക്ക് ഇഷ്ടംപോലെ അവസരം കിട്ടിയിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. പകരം നീ അയാളെ തിരിച്ചു വിളിച്ചു. അയാൾക്ക് ബൈക്കും കാറും ഒക്കെ വാങ്ങിക്കൊടുത്ത് നീ തന്നെ അയാളെ വളർത്തി. ഇനിയിപ്പോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നീ ആയിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. ഭാവി ജീവിതത്തിൽ ഈ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. 3 എണ്ണം കെട്ടി പണി കിട്ടിയിട്ടും പഠിക്കാത്ത നീ ഇപ്പൊ ഈ 4ാമത് കിട്ടിയ പണി കൊണ്ടൊന്നും പഠിക്കുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. റിസൾട്ട് മേടിക്കാൻ പോവേണ്. ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് സമാധാനം തന്നില്ലെങ്കിൽ പിന്നെ ഏത് കാലഘട്ടത്തിൽ തരും സമാധാനം എനിക്ക്? ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതിനുള്ള കാരണം നിങ്ങളെ എടുത്തതിൻ്റെയാണ്. നാടും വീടും എല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങളെ കൂടെ ഞാൻ ഇറങ്ങി വന്നു, ഒരു സ്നേഹമുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടി. അതിൻ്റെ അപ്പുറത്തെ ഒരു തള്ളയും സഫീന താഴത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ എങ്ങനെ എന്തായാലും ഞാൻ പ്രസവിക്കാൻ വിധി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കാണും. ഈ ഒരു അവകാശവും പറഞ്ഞ് ഇനി വരണ്ട. പിന്നെ ഞാൻ തന്നതൊക്കെ എൻ്റെ ബൈക്ക് അങ്ങ് തിരികെ തരണം. കാരണം എൻ്റെ പേർക്ക് കിടക്കണം, കാറ് കൊണ്ടുവയ്ക്കും. എനിക്കൊന്നും വേണ്ട. എൻ്റെ മുമ്പിൽ നിഴലായിട്ട് പോലും വരരുത്. അത്രയേ ഉള്ളൂ. എല്ലാ ബാധ്യതകളും അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. പോലീസ് വരാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അവിടെ സൗകര്യം വെക്കുമ്പോൾ വരിക. ഷാൻ്റെ അടുത്താണ് പറയണം. ഷാനിനോട് പറയണ നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുണയ്ക്കാൻ നിൽക്കുന്നത്? യൂട്യൂബിൽ വന്നിരുന്ന് ഇങ്ങനെ കുടുംബ പുരാണം പറയാൻ ഉളുപ്പില്ലേ? നിന്റെ ഭർത്താവിനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നേരിട്ട് അങ്ങ് പറഞ്ഞോ. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ മുഴുവനും കേൾപ്പിക്കാൻ നിൽക്കുന്നത്? ലേശെങ്കിലും ഉളുപ്പ് വേണം മോളെ. തോരൊന്നും വേണ്ട, ലേശം മതി. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം തൊട്ടി തീണ്ടിട്ടില്ലാത്ത ആൾക്കാരോടൊക്കെ എന്ത് പറയാനാണ്? ബാക്കി ഉണ്ടോക്ക് എന്തായാലും. സൗകര്യം വെക്കുമ്പോൾ വരിക, ഞാനും അവിടെ വരാം. ഞാനും എല്ലാവരും കൂടെ വരാം. കാരണം അവിടെ വെച്ച് നമുക്ക് ഇതാക്കാം. കാരണം നാളേക്ക് കുടിച്ചോണ്ട് എൻ്റെ ഭാര്യയാണ്, എൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞ് ഭാര്യയും കൊച്ചും ഒക്കെ ആവണേന് കുറച്ച് കടമകളുണ്ട്. നിനക്ക് കുടിക്കാൻ പൈസയുണ്ട്. ഞാൻ ഇത്രയും ദിവസം കുടിച്ചില്ല വാപ്പ, ഇന്നാണ് കുടിച്ചത്. എന്നാണ് കുടിക്കാതിരുന്നിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ വന്നിട്ട്? എന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മാറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഡോക്ടർ പലതവണയും പറഞ്ഞു ഈ കുടിക്കണ ഇത് മരുന്ന് തരാം, ഗുളിക തരാം. ഇല്ല ഡോക്ടറെ, അങ്ങനത്തെ ടെൻഡൻസി ഇല്ല മക്കളെ. നമ്മൾ സിനിമയിലും ഇതിലൊക്കെ കാണുന്നതാണ് ആടിക്കുന്നത്. അതാ ക്രിമിനലിസം. ഇന്നലെ ഞാൻ റബ്ബിനാണ് പേടിച്ചു പോയി. 8:30-9 മണിയായപ്പോൾ ഞാൻ ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ നിജി എന്നൊരു വിളി കേട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതാ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് വന്നോടനെ എൻ്റെ മൊബൈലാണ് ചോദിച്ചത് വെട്ടിപ്പൊട്ടിക്കാൻ. ഒന്ന് വെട്ടിപ്പൊട്ടിച്ച് കൊടുവാല്ല, അന്ന് പുകയെല്ലാം വന്ന്. അന്ന് ഞാൻ മറച്ചു വെച്ചു.
എന്നിട്ട് ഞാൻ ബക്കറ്റിൻ്റെ അടിയിൽ സൈലൻ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ട് ഒളിച്ചു പോയി എന്നാണ് പാപ്പായെ വിളിച്ചത്. പാപ്പ ആ നിമിഷം കയറി വന്നു. കാരണം എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ 3 കിടക്കണം. എനിക്ക് പറഞ്ഞ് ഓടാൻ പറ്റൂല. കുടിച്ച് നിൽക്കുന്ന ഒരാൾക്ക്, ബുദ്ധിമറിഞ്ഞ് നിൽക്കുന്ന ഒരാളൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല. അവർക്ക് വായി തോന്നിയതാണ് അവർ പറയണത്. നിങ്ങൾ വിചാരിക്കുക അവൻ കുടിച്ചിട്ടില്ല, അതാ നാറ്റം കാരണം അടുത്ത് വരത്തില്ല. എന്തായാലും ഇന്നലെ എന്നത്തെയും പോലെ അല്ല, ഇന്നലെ ഒത്തിരി നല്ല ഉണർത്തിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നാളേക്ക് വന്ന് ചീത്ത വിളിക്കും ബഹളം. അല്ലെങ്കിൽ നീ പകല് വന്നിട്ട് പാപ്പാ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. എൻ്റെ മോനിക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞാലോ, നിങ്ങളെന്തായാലും ഈ കോമ്പൗണ്ടിൽ കയറണം, നിങ്ങൾ വരെയും വേണ്ട. അങ്ങനല്ല, ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട്, ബന്ധുക്കൾ ആരും ഇല്ലേ? എല്ലാവരെയും ജുമൈലാനെ ഇല്ലാതാക്കി കണക്ക് തള്ള എന്നെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ പറഞ്ഞ കണക്ക് ഞാൻ കേൾക്കുമെന്ന് വിചാരിച്ചാൽ, എപ്പോഴും ഞാൻ ഇത് മോട്ടിച്ച്, മാല മോട്ടിച്ച്, അല്ല കമ്മൽ മോട്ടിച്ച്, എപ്പോഴും ഞാൻ 1000 രൂപ മോട്ടിച്ച്. ഞാൻ തന്നതിനൊന്നും കണക്കില്ല. തിന്നതിനും ഞാൻ തിന്നെന്നല്ല പറയണത്. ഞാൻ ചെന്ന സമയത്ത് കൊഞ്ച് ചുരുളും പോലെയാണ് ഇരുന്നത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് പയർ കണക്കായി. അതെ ഇതൊക്കെ കേൾക്കണല്ലേ. ഭർത്താവിനെ ഇട്ടിപ്പോ ഭർത്താവിന്റെ ഉമ്മാന്റെ നേർക്കായി. എന്താ അവരോടൊക്കെ പറയാ? എന്റെ പൊന്നു നാജിലത്താത്ത, കെട്ടിയോ വെള്ളം അടിച്ച് അലമ്പാക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. അതിനുള്ള മാർഗ്ഗം ഇവിടെ ഉണ്ടല്ലോ. അതിങ്ങനെ ഒന്നും ഇത് 4 നേരം വെച്ച് ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്ന് കൊട്ടി ഘോഷിക്കുന്ന എന്തിനാണ്? മടുക്കുന്നില്ല നിങ്ങൾക്കൊന്നും? ഈ നാട്ടുകേസ് എല്ലാം നാട്ടുകാരെ അറിയുന്നതിനെ കൊണ്ട് കുറച്ചെങ്കിലും നാണക്കേടില്ലേ? നാണവും മാനവും ഉള്ളവരോടല്ലേ നാണക്കേടിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലെ? എന്താ ചെയ്യാ? ഇവിടെ ഇനിയും എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. എല്ലാം കൂടി ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. കേട്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്താവുന്നുണ്ട്. ഓരോരോ അപരാധങ്ങൾ. ഇനിയും എത്ര കാലം ഈ കുടുംബപുരാണം സഹിക്കേണ്ടി വരുമോ എന്തോ. ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുമെന്ന് ആർക്കറിയാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.